അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് ഒരു കേക്കിന്റെ ഓർഡർ കിട്ടുന്നത്. ഇവിടെ കോർക്കില് കാരിഗ്ലൈനിലുള്ള കുറം നഴ്സിംഗ് ഹോമിൽ ഉറക്കുന്ന ലീന എന്ന് പറഞ്ഞ നഴ്സിന്റെ ബർത്ത്ഡേ ആണ്. കേക്സ് ബൈ ഹരി എന്ന എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി. വൈഫിന്റെ ബർത്ത്ഡേ ആണ്, സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊടുക്കണം ചേട്ടാ എന്ന് പറഞ്ഞ പുള്ളി മെസ്സേജ് അയച്ചിരുന്നത്. സംഭവം കേട്ടപ്പം എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, സംഭവം ഒന്ന് കളറാക്കുന്നു വിചാരിച്ചു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലെ പവറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരു സംഭവം തന്നെയാണല്ലേ. നമ്മളിടുന്ന ഈ റീൽസും വീഡിയോസ് ഒക്കെ ലോകത്തിന്റെ എവിടെയൊക്കെ ഇരുന്ന് എത്രയോ ആൾക്കാർ കാണുന്നുണ്ടല്ലേ. എന്റെ വീഡിയോസിനൊക്കെ ലൈക്ക് അടിക്കുന്ന കമന്റ് അടിക്കുന്ന പകുതി കൂടുതൽ ആൾക്കാരും എനിക്ക് അറിഞ്ഞുകൊടുത്തവരാണ്. പിന്നെ അതങ്ങനെയാണല്ലോ, നമ്മളെ അടുത്തറിയുന്ന പകുതി കൂടുതൽ ആൾക്കാരും തന്നെ നമ്മളെ വീഡിയോസിന് ലൈക്കും ചെയ്യാറില്ല, കമന്റും ചെയ്യാറില്ല. പക്ഷെ എന്നാലും നൈസായിട്ടിരുന്ന് എല്ലാം കണ്ടോളും. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഇന്ന് ചിപ്പി ഡ്യൂട്ടിക്ക് വേണ്ടി കാറില്ല, അതുകൊണ്ട് കുട്ടന്റെ കാറിലാണ് ഞാനും ചിപ്പിയും കുഞ്ഞുസും കൂടെ കേക്ക് കൊടുക്കാൻ പോണത്. ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട് കുറം നഴ്സിംഗ് ഹോമിലേക്ക്. കുട്ടൻ വലിയ കാര്യമായിട്ടൊക്കെ മാപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർപ്രൈസ് പരിപാടികളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇങ്ങനത്തെ പരിപാടികൾ എവിടെ അവതരിപ്പിച്ചാലും പൊളിഞ്ഞു പോകാറാണ് പതിവ്. പിന്നെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ ഓർഡറില് എന്തരോ വരട്ടെന്നും പറഞ്ഞ് ഞാനും കുട്ടനും കുഞ്ഞൂസും കൂടെ കുറം നഴ്സിംഗ് ഹോമിൽ എത്തിയിട്ടുണ്ട്. ഇത് കാരിഗ്ലൈനിലുള്ള പുതിയൊരു നഴ്സിംഗ് ഹോമാണ്. കുറച്ചു കാലമായിട്ടുള്ളത് തുടങ്ങിയിട്ട്. എനിക്കറിയുന്ന ഒരുപാട് മലയാള സുഹൃത്തുക്കളോട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട, നേരിട്ട് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരന്റെ കേക്കിന്റെ ഓർഡറുമായിട്ട് പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഞാൻ. കേക്ക് റിസപ്ഷനിൽ കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്, നേരിട്ട് കൊടുക്കണ്ട, ആരാണ് എവിടെ നിന്നാണ് ഒന്നും അറിയണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേക്കും കൊണ്ട് ഞാൻ റിസപ്ഷനിൽ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടായി. കാരണം എന്നെ അറിയുന്ന ആരെങ്കിലും പോയി പറഞ്ഞ് സർപ്രൈസ് പൊളിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായ ഒരു ദിവസമായിരുന്നു. നമ്മൾ കാരണം മറ്റുള്ളവരും കൂടെ സന്തോഷിക്കുന്നു പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ല. ഞാൻ പോയിട്ട് വരുന്നവരെ കുഞ്ഞൂസും കുട്ടനും പുറത്ത് വെയിറ്റിംഗിലായിരുന്നു. അടിപൊളി സർപ്രൈസ് കൊടുത്തിട്ട് ആൾക്കാരൊക്കെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ചാൻസ് ഒക്കെ നമുക്ക് ലൈഫിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ചാൻസുകളൊന്നും മിസ് ചെയ്യാണ്ട് മാക്സിമം നമ്മളത് കളറാക്കാൻ നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.